വസ്തുവാണല്ലോ. ഇതിന് നാം അനാദരിക്കപ്പെടേണ്ട വസ്തുവല്ലല്ലോ, ഇതിന് ഞാൻ ബഹുമാനിക്കണമല്ലോ എന്ന് കരുതിയിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങള് ആ കടലാസിന്റെ കഷ്ണം അങ്ങ് എടുത്തുകൊണ്ടതാ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. ഒരു മതിലിന്റെ മുകളിലേക്ക് അങ്ങ് വെക്കുകയാണ്. എന്നിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്നു പോയി അല്പം അങ്ങ് എത്തിയപ്പോൾ തിരിച്ചും അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ചു വരികയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചിന്തിക്കുകയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചിന്തിക്കുകയാണ്, ഒരു കാറ്റങ്ങാ മടിച്ചു കഴിഞ്ഞാ ആ കടലാസിന്റെ കഷ്ണം താഴെ വീഴുമല്ലോ, പിന്നെയും ആളുകൾ ചവിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ചു വരികയാണ്. ആ കടലാസിന്റെ കഷ്ണം അങ്ങെടുക്കുകയാണ്. ആ മതിലിന്റെ മുകളിൽ നിന്നും കടലാസിന്റെ കഷ്ണം അങ്ങെടുക്കുകയാണ്. എന്നിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നല്ല ബഹുമാനത്തോടെ നല്ല ആദരവോടെ ആ കടലാസിന്റെ കഷ്ണം അതാ ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. അങ്ങനെ അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്ന സമയത്ത് അതാ ഒരു അശരീരി കേൾക്കുകയാണ്, ഓ ബിശ്റേ ലഖദ് അഅ്ദംത ഇസ്മീ, നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തെ ബഹുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ടിതാ നിങ്ങളെയും ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ബിശ്റേ എന്നൊരു അശരീരി കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ നേരം വെളുക്കുകയാണ്. ആ ബിശ്റുൽ ഹാഫി നേരം വെളുത്ത സമയത്ത് അവിടുത്തെ